Welcome to Red Devils Talks, your home for Manchester United news, reactions, and live match coverage. Guys, welcome back to Red Devils Talks. എല്ലാവർക്കും നമസ്കാരം. ഒരു മിനിറ്റ്. ഇങ്ങനെയുണ്ടോരിത് അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതിന്റെ വേറൊരു അല്ലെങ്കിലും വളരെ ഇതായിട്ടുള്ള ഒരു ഇതാണ് ഓൻ എപ്പോഴുള്ള ഒരു ഇത്. എനിക്ക് ഈ ഒരു അവസ്ഥയിൽ വരുന്ന ഒരു ഓർമ്മ നമ്മുടെ സലീം കുമാർ പറഞ്ഞ മണവാളന്റെ ഡയലോഗാണ്. സഹൃദയരെ, എൻ്റെ സ്വന്തം പേരിലും മണവാളൻ ആൻഡ് സൺസിന്റെ പേരിലും എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊടുക്കുന്നു. പൊയ്ക്ക്. അയാൾക്ക് ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ ഉണ്ടല്ലോ നമ്മുടെ അപ്പൂപ്പൻ കള്ളക്കളവൻ ആൻഡ് ദ ഗ്ലേസേഴ്സ്. എന്താണ് അൽവാറസ്, ആ ചങ്ങായിൻ്റെ പേരെന്താണ്? കുറെ ഉണ്ടല്ലോ, മൂന്നെണ്ണം ഉണ്ടല്ലോ ഏട്ടനേനിയന്മാർ. 4 ആളും കൂടിയിട്ട് പോയിട്ട് പൂച്ചക്ക് പുല്ല് പറിച്ചു കൊടുത്തിട്ടെ. പൂച്ചക്ക് പുല്ല് പറിച്ചിട്ട് അതിനെ കൊണ്ട് തിന്നിപ്പിക്കുക. അതെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാൻ പറയാന്മാരെ കൊണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. മത്തായസ് ഫെർണാണ്ടസ്, ഹിയർ വി ഗോ ടു ടോട്ടൻഹാം. അവസ്ഥ നോക്കിയേ. വെസ്റ്റ് ഹാം കടും പിടുത്തം പിടിച്ച ആ 85 മില്യൺ തന്നെ, ആഡ് ഓൺസ് ഒന്നുമില്ല, ഡയറക്റ്റ് 85 മില്യൺ കൊടുത്തിട്ട് തന്നെ സ്പേഴ്സ് കൊണ്ടുപോയി. ഞാനിത് പറയുന്ന നേരം എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടാവും, ബ്രോ ലാസ്റ്റ് സ്പേഴ്സിലേക്ക് പോവില്ല, ഹി പ്രിഫേഴ്സ് യുണൈറ്റഡ് മൂവ്. എന്തായാലും വരും, നോക്കിക്കോ, അപ്പൂപ്പൻ ലാസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് വല്ലതും ചെയ്യും. എന്ത് മണ്ണാങ്കട്ടിയാ ചെയ്തിന് അയാള്. പോയി. ആദ്യം എലിയോട്ട് ആൻഡേഴ്സൺ, ഇപ്പൊ ഇതേ മത്തായസ് ഫെർണാണ്ടസ് പോയി. ഇനി ആരാ ഉള്ളത്? ചൗമേനിയാണ്. റയൽ മാഡ്രിഡ് 60-70 തരുവോ? മിനിമം ഒരു 100 കൊടുക്കേണ്ടി വരില്ലേ ചൊമേനിക്ക്? നിങ്ങൾ തന്നെ പറ. അടുത്തൊരു ഓപ്ഷൻ ആരാ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ കമന്റ് ചെയ്യും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും. മത്തായസ് ഫെർണാണ്ടസ് പോയി. ഇനി ഇതന്നെ നമ്മള് നശിപ്പിക്കാനല്ലാണ്ട് ഇവന്മാരെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. ഞാനിത് പറയുന്നവരെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഭയങ്കര നെഗറ്റീവ് വന്നാൽ നീ പോയിട്ട് യുണൈറ്റഡിനെ വാങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കാണുന്നവരിങ്ങനെ വെറുതെ ഇതാക്കിയിട്ട് ഇവിടെ ഇരിക്കായിരിക്കും. അങ്ങനെ പറ്റുന്ന ഫാൻസ് ഉണ്ടാവും, സീസണൽ ഫാൻസാ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലെയറിനെ കണ്ടിട്ട് ഫാൻസ് ആയതാ. പക്ഷേ ഇതങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല. പണ്ട് തൊട്ടുള്ളതാ. അപ്പോ നല്ലപോലെ പറയും വെച്ചാൽ നല്ല വൃത്തിക്ക് തന്നെ പറയും. അത് മാനേജ്മെന്റിനെതിരെ. എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ കഴിഞ്ഞ കുറെ വീഡിയോസിൽ ഞാൻ പറഞ്ഞതാണ്, ഈ സ്പേഴ്സ് ഈ റേസിലേക്ക് എൻറ്റർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്, മത്തായസ് ഫെർണാണ്ടസിനെ ഇനി നോക്കേണ്ട വരില്ല, അതെന്തായാലും കൊണ്ടുപോകും. ഒരു ബിഡ് പോലും ഇട്ടിട്ടില്ല ഇവന്മാർ, ഒരു ബിഡ് പോലും. അറ്റ്ലീസ്റ്റ് ഒരു ബിഡ് ഇടുക. എത്ര ദിവസമായി ഇവന്റെ ബാക്കിൽ, എത്ര ദിവസം നടന്ന് എന്നോട് എണ്ണാന് വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ പറയാത്തത്. എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് 1 മന്തിന്റെ മേളിൽ മത്തായസ് ഫെർണാണ്ടസിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, ഈ ഒരു സമയത്ത് വേറെ ഒരു പൊസിഷനും കൂടി നോക്കി ആ ഒരു പൊസിഷനിലേക്കുള്ള ഒരു പ്ലെയറിനും കൂടി നോക്കണം. വെറും ഫെർണാണ്ടസിന്റെ പിന്നാലെ തന്നെ പോവല്ലേ എന്ന് കേൾക്കൂലോ. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രസംഗിച്ചിട്ടും കിടന്ന് തുള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ അവിടെയുള്ള ഫാൻസും കണക്കാണ്, പിന്നെ എന്താ പറയാ, ഈ മാനേജ്മെന്റ് നാറികളും കണക്കാണ്. ഈ അപ്പൂപ്പൻ ഇയാളല്ലോ പറയാൻ പാടില്ല, എന്നാലും പറഞ്ഞു പോവാ. ചത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതായിരുന്നു. വേറെ ആരെങ്കിലും വാങ്ങുമല്ലോ. ഒന്ന് ഗ്ലേസേഴ്സിനെയും ഇനിയോസിനെയും 2 ടീമിനെയും വല്ല ബോംബാറ്റം, അമേരിക്കയും ഇറാനും യുദ്ധം നടക്കുന്നത്, അതിന്റെ എന്തെങ്കിലും ഒരു സാധനം പോയിട്ട് അവരെ നിലയിലാറ്റും പോയിട്ട്. എന്നാലെങ്കിലും വേറെ ആർക്കെങ്കിലും കൊടുക്കുമല്ലോ, ഖത്തറിനാ, സൗദിക്കാ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീമിനാ, ആർക്കെങ്കിലും കൊടുക്കുമായിരുന്നു. ഇതിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാണ്. 2003 2004 തൊട്ടിട്ടായിട്ട് ഈ ഗ്ലേസേഴ്സ് ഇവിടെ ഉണ്ട്. എത്ര വർഷമായി, എന്ത് തേങ്ങ ഇവന്മാർ ചെയ്തത്. എന്നിട്ട് എല്ലാവരും പറയുന്നത് ലാസ്റ്റ് സീസണിൽ നല്ല സൈനിങ്സ് നടത്തിയില്ല. അത് ആരെ കൊണ്ടാണ്? അമോറിന് വാശി പിടിച്ചത് കൊണ്ടാണ്. ഇപ്രാവശ്യം അങ്ങനെ കാരിക്കിന് വാശി പിടിക്കാൻ പറ്റുമോ? പറ്റൂല. കാരിക്കിന് ആ പവർ ഇല്ല, കാരിക്കിന് ആ പവർ കൊടുത്തിട്ടില്ല. പപ്പറ്റാക്കി യൂസ് ചെയ്യാണ്. കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ഇങ്ങനെ നടക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ആരാണ്? മാർക്കസ് റാഷ്ഫോർഡ്. എല്ലാം പറയണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫുള്ള് പറഞ്ഞ് തീർത്തിട്ട് ഞാൻ പോകുള്ളൂ. റാഷ്ഫോർഡിനെ ഇവിടെ നിലനിർത്താൻ പോവാണ്. അതുകൊണ്ട് ലെഫ്റ്റ് വിങ്ങിലേക്ക് ഇനി ഒരു സൈനിങ് ഉണ്ടാവില്ല. എന്ത് കണ്ടിട്ട് ഇവന്മാർ റാഷ്ഫോർഡിനെ വിശ്വസിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്ത് കണ്ടിട്ട് ഇവന്മാർ വിശ്വസിക്കുന്നത്? അവന്റെ 10ാം നമ്പർ ഇല്ലെങ്കിൽ തന്നെ അവനവിടെ ഡ്രസ്സിംഗ് റൂമിൽ അടിയാക്കൂലേ?
കൂനിയായിട്ട് ഫസ്റ്റ് തന്നെ അടിയായിരിക്കും, വിഷം കുത്തി കയറ്റൂലേ. കൂനിയ കളിക്കുന്ന പോലെ ഇവൻ കളിക്കുവോ? ഇവൻ ഡിഫൻസിലേക്ക് വരുവോ? ബാർസലോണ ഒരു 30 മില്യൺ തരാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ അത് പറഞ്ഞപ്പോൾ ബാർസേന്റെ ഫാൻസ് തന്നെ വന്നിട്ട് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവന് വെറും അറ്റാക്കും ഗോളും അല്ല ഹാൻസി ഫ്ലിക്കിന് വേണ്ടത്. ഹാൻസി ഫ്ലിക്കിന് ത്രൂ ഔട്ട് കളിക്കുന്ന പ്ലെയർ ഡിഫൻസിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ ഡിഫൻസിലേക്ക് കോൺട്രിബ്യൂഷൻ വേണ്ടേ? കൂനിയ ചെയ്യുന്ന പോലെ ഇവൻ ചെയ്യുമോ? ലാസ്റ്റ് സീസണിൽ കൂനിയന്റെ പെർഫോമൻസ് കണ്ടതല്ലേ, ഡിഫൻസിൽ പോലും അവന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്ത് നല്ലോണം ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവൻ ചെയ്യുമോ? ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ബോയ്ഹുഡ് ക്ലബും പ്ലെയറും ഒക്കെ തന്നെയാണ് റാഷ്ഫോർഡ്. പക്ഷെ അവൻ ചെയ്ത ചെറ്റത്തരത്തിന് ഐ ഹേറ്റ് ഹിം എ ലോട്ട്. സത്യം പറയാലോ, തുറന്നു പറയും. അത്രയും വിഷാണ്. ഞാൻ ഇപ്പോഴും മറക്കുന്നില്ല അവന്റെ ആ താങ്ക്സ് കാർഡ്. അതെനിക്ക് അത്രത്തോളം വേദനിച്ചു. ചെറുപ്പം മുതൽ അവനെ വളർത്തിയെടുത്ത ഈ ഒരു യുണൈറ്റഡിന്റെ പേര് പോലും അവനെ അമോറിയുമായിട്ടുള്ള ദേഷ്യം. അതിന് ക്ലബിനോട് തന്നെയാണ് അവൻ ഇത്ര ഇത്. ക്ലബിലല്ല അവനോട് ഇതാക്കിയത്, അമോറിയുമായിട്ട് അവൻ അടിയായി. അമോറിയും വേണ്ടാന്ന് പറഞ്ഞു, പോണ്ട വന്നു. അതിനിതാണ് ചെയ്യേണ്ടത്. വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയായ വരും. എന്നിട്ട് കാരിക്കിന് അവനെ വേണം. തീരുമാനം വിത്തിൻ 3 months. വേറെ സൈനിങ്സ് ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ നോക്കിക്കോ, വിത്തിൻ 3 months കാരിക്ക് ഔട്ടായിരിക്കും. ഇവന്മാർ ഔട്ടാക്കും. ഇവന്മാർ മീൻസ് ഈ റാഷ്ഫോർഡിനെ ഔട്ടാക്കും. ബാക്കിയുള്ള പ്ലേയേഴ്സിനൊക്കെ കാരിക്കിന് ഒരു ഇതുണ്ട്. ലാസ്റ്റ് സീസണിൽ എല്ലാവരും പറഞ്ഞതാണല്ലോ. കസമേറോ പോയി, കസമേറോയുടെ റീപ്ലേസ്മെന്റ് ഇല്ല. ആരെ വെച്ചിട്ട് കളിക്കും ഇവന്മാർ അടുത്ത സീസൺ? തുടക്കം ആരെ വെച്ച് കളിക്കും? സബ്ബ് ആരിറങ്ങും? പരിക്കായ ഉഗാർട്ടയാ, അല്ലെങ്കിൽ വയസ്സായി ഇഞ്ചുറി ആവുന്ന മൗണ്ടാ, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ വന്ന അറ്റ്ലാന്റയിൽ നിന്ന് വന്ന എഡേഴ്സാണ് വന്ന മടന്ന് അങ്ങനെ കളിക്കാൻ പറ്റും തോന്നുന്നുണ്ട് പ്രീമിയർ ലീഗിൽ. എഡേഴ്സ് തന്നെയാണ് ഇനി ഈ കള്ളക്കളവൻ കസമേറിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് കൂട്ടിയിട്ടുള്ളത്. ചുമേനിനെ കിട്ടുന്നതായിരിക്കും ഇനിയിപ്പം. ചുമേനിനെ അങ്ങ് ചെല്ല്, പെറസാണെന്ന ആളെ പൊട്ടിച്ചിളക്കിയിട്ടുള്ള. അപ്പൊ ഏതെങ്കിലും ഒരു പ്ലെയർ പോകുന്നേരോ മാക്സിമം തൂക്കാനേ നോക്കുള്ളൂ. 100+ ആയിരിക്കും മിക്കവാറും. അതും ഇയാളെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, ഇയാൾ കൊടുക്കുകയില്ല. എന്നിട്ട് ഇപ്പൊ ഉള്ള റൂമേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മൊറോക്കോന്റെ വണ്ടർ കിഡ് ബുവാദിക്ക് ലില്ലി എത്ര ചോദിക്കുന്നറിയോ? 75 to 80 ആണ്. കൊടുക്കുവോ? കൊടുക്കൂല. അതല്ലെങ്കിൽ കിട്ടുകയില്ല. അത് ആർസണലാണ് ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ടുള്ളത്. ഇപ്പം സിറ്റി വന്നിട്ടുണ്ട്. സിറ്റിന്റെ സെക്കൻഡ് സൈനിങ് ആയിരിക്കും. നോക്കോ, അവന്മാർക്ക് പൈസ ഒരു പ്രശ്നമല്ലല്ലോ, അറബികളല്ലേ, വാരി എറിയും. 115, 116 ചാർജസ് വന്നിട്ടുണ്ടെങ്കിലും അവർക്കും പൈസ കൊടുത്ത് ഒതുക്കും. അതാണ് സിറ്റി. റെക്കോർഡ് ട്രാൻസ്ഫറിനാണ് എലിയോട്ടിനെ കൊണ്ടുപോയത്. അടുത്ത ബുവാദി ആയിരിക്കും. നോക്കോ, അല്ലെങ്കിൽ അവർക്ക് പ്ലേയേഴ്സ് ഇല്ലാഞ്ഞിട്ടാ. തീരുമാനമായി വെച്ചാല് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ല ഗൈസ്, നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇമാതിരി ഉരുട്ടി കളിച്ചു കഴിഞ്ഞാല് വേറെ ആൾക്കാർ വന്ന് കൊണ്ടുപോകും. അപ്പൊ എല്ലാരും എന്നെ തിരുത്തി, എന്നോട് പറഞ്ഞു ഇല്ല ബ്രോ, വേൾഡ് കപ്പ് കഴിയട്ടെ, സമയമുണ്ട്, ഹി പ്രിഫേഴ്സ് ടു യുണൈറ്റഡ് മൂവ്. മത്തായസ് ഫെർണാണ്ടസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫെർണാണ്ടസിന് യുണൈറ്റഡ് മതി. ഇപ്പൊ എന്തായി? 85 കൊടുത്തു, നല്ല സാലറിയും കൊടുത്തു, പോയി. കാരണം അവനറിയാം അതായത് ചിലപ്പോൾ അവന് സാലറി കൂടിയോണ്ട് പോയതായിരിക്കാം, ഓക്കെ. പക്ഷേ അവനറിയാം നമ്മൾ 85 കാര്യങ്ങളും ഇടൂല, ഒരൊറ്റ ബിഡ് പോലും ഇടൂല. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആടെ ഇരുന്നിട്ടുണ്ടാവും ഫുഡ് അടിച്ചിട്ട്. എന്ത് പറയാൻ ഇയാളെയല്ല, ഫുള്ള് ഒരു പ്രതീക്ഷയില്ല. അതിന്റെ ഇടക്കുണ്ട് ഇപ്പം ചാത്തൻ കയറി വന്ന പോലെ അമോറിമ് കളിക്കുന്നു. അമോറിമിന് നമ്മളെല്ലാരും ആണത്ര. ഫസ്റ്റ് തന്നെ ചോദിച്ചത് അമാദിന്റെ ഇന്നലത്തെ പെർഫോമൻസ് കണ്ടിരുന്ന നോർവേന്റെ കൂടെ യജാതി ഗോള ചങ്ങായി അടിച്ചേ. പിന്നെ ഒരു ഫ്രീ കിക്ക്, അതൊരു വൻ സേവ് ആയി പോയിട്ടാ. നല്ല കിടു ഗോളും ആയിരുന്നു അമാദിന്റെ. ആ ഒരു ഫ്രീ കിക്കും 95 മിനിറ്റിലെങ്ങാൻ ആ ഒരു ഫ്രീ കിക്ക് പോളപ്പം ഫ്രീ കിക്ക് ആയിരുന്നു. പക്ഷെ അത് മാരക സേവ് ആയി പോയി. ആ അമാദിനെ വേണം പോലും. പക്ഷെ ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞു അൺടച്ചബിൾ ആണ്, നോട്ട് ഫോർ സെയിൽ. ടച്ച് ചെയ്യാനേ പറ്റൂല അമാദിനെ. സത്യമാണ്. വേണമെങ്കിൽ റാഷ്ഫോർഡിനായിട്ട് കൊണ്ടുപോയിക്കോട്ടെ, AC മിലാനിൽ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തട്ടെ, അടുത്ത ബെഞ്ചിൽ ഇരുത്തിക്കോട്ടെ, അമോറിമി ദേഷ്യം തീർത്തോട്ടെ. പിന്നെ അമോറിമിന് രണ്ടാമത് വേണ്ടത് ലിസാൻഡ്രോ മാർട്ടിനസ്. വേണമെങ്കിൽ കൊടുക്കും, ഇവന്മാര് വേണമെങ്കിൽ അതും ചെയ്യും. നമുക്ക് വേറൊരു ഡിഫൻസിൽ കളിക്കാൻ ഒരാളുണ്ടോ അതൊന്നും നോക്കൂല ചിലപ്പോ. എനിക്ക് അറിയാൻ പാടില്ല അമോറിം എന്തിനാണ്. മൗണ്ടിന് ചോദിച്ചു, അത് ഓക്കെ മൗണ്ടിനെ കൊണ്ടുപോയിക്കോട്ടെ. അമോറിം ഇന്നത് ബാക്കിയുള്ള ആൾ തേച്ചും വേണമെന്നാണ് പറയുന്നത്. അമാദിനെ വേണം, ലിച്ചേനെ വേണം,
ലിച്ചയൊക്കെ ഇഞ്ചുറി ഇല്ലെങ്കിൽ നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ് ഡിഫൻസിൽ. ലിച്ചേന്റെ കോൺട്രിബ്യൂഷൻ അറിയാലോ. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ് ഡിഫൻസിൽ അല്ലെങ്കിലേ നമുക്ക് ആളില്ല. ഒരു സൈനിങ് ശിവമാര് നടത്തുകയില്ല. ഫ്രീ ഏജന്റ് ആയിട്ടുള്ള സെനസി ഉണ്ടായിട്ട് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു ടോക്സ് എങ്കിലും നടത്തായിരുന്നു. തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇയാൾക്ക് പൈസയും കൊടുക്കാൻ കഴിയൂല, സാലറി കൊടുക്കാൻ കഴിയില്ല, ഫ്രീ ഏജന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ വാങ്ങാൻ പറ്റില്ല. പിന്നെ മാനത്തുനിന്ന് ഇറങ്ങി വരുവാവോ മറ്റേ ഏലിയൻ വരുന്നത് പോലെ. ജാദു ഇല്ല, ജാദു ഋത്തിക് റോഷന്റെ ആ പടത്തിലെ അത് വരുന്ന പോലെ മറ്റേ സ്പേസിന്റെ ആ സാധനത്തിൽ ആരെങ്കിലും ഇറങ്ങി വന്നിട്ട് കളിച്ചു കൊടുക്കുമായിരിക്കും ഇയാൾക്ക് ഫ്രീ ആയിട്ട്. ഇനി ഏത് പ്ലെയർ ഉള്ളത്? കസമേറോന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് അത് മാത്രം മതിയാ. ഇപ്പം ഉഗാർട്ടേനെ സെല് ചെയ്യാൻ പറ്റില്ല, പരിക്കായല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി ഒരു മിഡ് വേണ്ടെന്നായിരിക്കും. അപ്പോ ഉഗാർട്ടേന്റെ പരിക്കിന് പകരം ആര് കളിക്കും? അതുകൊണ്ടായിരിക്കും മൗണ്ടിന് കൊടുക്കൂല എന്ന് പറയുന്നത്. മൗണ്ടിനെ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് മൗണ്ടിന് കളിക്കാൻ പറ്റുമോ അവിടെ? നമ്മൾ കണ്ടതല്ലേ. മൗണ്ടും മൈനും കൂടി കോംബോ വരുന്നേരം എന്താണ് അവസ്ഥ എന്ന് കണ്ടതല്ലേ. മൈനുവിന് കളിക്കാൻ പറ്റുമോ DM? ഇല്ല, പറ്റൂല. അപ്പൊ വീണ്ടും 3G തന്നെയാവും. ഇത് വട്ടത്തിലും ത്രികോണത്തിലും നീളത്തിലും എല്ലാം 3G ആയിട്ടാണ്. 3G. എനിക്കത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇവന്മാരെ അത് കട്ട് ചെയ്താളി. അവിടെ ഞാൻ പറയും 3G എന്ന് പറയുന്നത്. ബാക്കി നിങ്ങളത് പൂരിപ്പിച്ചെടുത്തു. അതിന്റെ മലയാളത്തിലുള്ളത് പ്രഷർ കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതാണ് ഒരു ഗുണവും ഒരു ഉപകാരം. അറ്റ്ലീസ്റ്റ് ആ ബെറാഡയൊക്കെ എന്തിനാണ് വന്നിരിക്കുന്നത്? അവന് സിറ്റിയിൽ ഉണ്ടായിരുന്നല്ലേ, എന്ത് നല്ലോണം അവിടെ സിറ്റീനെ ബിൽഡ് ചെയ്തെടുത്തതാ. എന്നിട്ട് ഇവിടെ വന്നപ്പോ ഭയങ്കര ഡയലോഗായിരുന്നു. നമ്മൾ 2027 നമ്മൾ ടൈറ്റിൽ അടിക്കും, കാണിച്ചു തരാം. ഈ സ്ക്വാഡും വെച്ചിട്ട് അങ്ങ് ചെല്ലി ഈ വലത്തും. പിന്നെ അതാ വിൽകോക്സ് അമോറിമിനെ പുറത്താക്കിയ സമയത്ത് തന്നെ ഇയാളെ പുറത്താക്കണമായിരുന്നു. അത് ചെയ്യൂല. എല്ലാം ശിങ്കിടികളല്ലേ, കിമ്പളം പറ്റുന്ന ടീംസ് അല്ലേ എല്ലാം. ക്രിസ്റ്റഫർ വിവൽ പറഞ്ഞ ഇത് ഞാനും മത്തായസ് ഫെർണാണ്ടസും തമ്മിൽ ഇങ്ങനെയാണ്, ഇത് ഇപ്പൊ ചെക്കനിവിടെ എത്തും. പിന്നെ ആരാണ് നമ്മുടെ ഡോട്ട്മുണ്ടിന്റെ ജർമ്മൻ മിഡ്ഫീൽഡർ ഫെലിക്സ് മേച്ച. അവനും ഭയങ്കര ബടാ ദോസ്താണ്. 80 മില്യൺ 80+ ആണ് ഡോട്ട്മുണ്ടിന് വേണ്ടത്. ഇറക്കുവോ? ഒന്ന് ഇറക്കി കാണിക്കട്ടെ. അതും ചെയ്യൂല. ഇനി അത് പ്ലെയറിൽ എനിക്ക് തോന്നുന്നില്ല. അലക്സ് കോട്ട് നോട്ട് ഫോർ സെയിൽ, അത് പറഞ്ഞു കഴിഞ്ഞു ബോൺമൗത്ത്. അലക്സ് കോട്ട് നോട്ട് ഫോർ സെയിൽ. ആഡം വാർട്ടൺ ക്രിസ്റ്റൽ പാലസിന്റെ 80+, 100 ആണ്. സോറി 80 അല്ല, 100 ആണ് ക്രിസ്റ്റൽ പാലസ് വയ്ക്കുന്നത്. ഇയാൾ കൊടുക്കുവോ? ഇല്ല, അതും ചെയ്യൂല. റെലഗേറ്റ് ആയ ക്ലബിലല്ലേ ഇയാൾക്ക് 85 കൊടുക്കാൻ പറ്റാത്തുള്ളൂ. എന്നാ ബാക്കി ക്ലബിൽ പോയിട്ട് വാങ്ങട്ടെ. അത് ചെയ്യുമോ നോക്കാലോ. ഇനി ഇയാളൊരു സൈനിങ് നടത്തട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിച്ചാൽ മതി. ഒരുമാതിരി ഉളുപ്പില്ലാത്ത ഒരു ചങ്ങായി മേരിക്കാനായി എന്നാ പിന്നെ കുയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നത്. പിന്നെ മര്യാദക്ക് വീട്ടിൽ പോയിരുന്നിട്ട് ഇരുന്നാ പോരെ, TV കണ്ടാ പോരെ. ഇതെല്ലാം അവസാന കാലഘട്ടത്തിൽ വന്നിട്ട് വലിയൊരു ക്ലബിനെയും വാങ്ങിയിട്ട് ഞാനിത് ഇപ്പൊ ശരിയാക്കി തരാം. ഉടുതുണിക്ക് മറുതുണി വാങ്ങാനുള്ള പൈസ അയാളെടുത്തില്ല. എന്നിട്ട് പോയിട്ട് പുതിയ ബിൽഡിംഗ് എടുക്കുന്നു, പുതിയ സ്റ്റേഡിയം പണിയാം, സ്ഥലം വാങ്ങിയിട്ടുണ്ട് വീട്. എന്തിനാണ് ആ ഊച്ചിടാൻ? ആരെ കുഴിച്ചിടാനാണ്? ഇത് നോക്കിക്കോ, ഒന്നും നടക്കാൻ പോകുന്നില്ല. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒന്നിക്ക് ഏതെങ്കിലും ഒരു പ്ലെയറിനെ കൊണ്ടുവരും. ചുമേനിനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുമേനി വന്നിട്ടുണ്ടെങ്കിലും നല്ലത് തന്നെയാണ്, നല്ലൊരു സൈനിങ് ആയിരിക്കും. ആ 2 സൈനിങ് വെച്ചിട്ട് ഇയാൾ അത് തീരുമാനാക്കും. സബ്ബർക്കാൻ ഒരു പ്ലെയർ ഇല്ല, സ്ക്വാഡ് ഡെപ്ത് ഇല്ല, ഒന്നുമില്ല. കാരിങ്ടണിലുള്ള കുഞ്ഞി പിള്ളറേയും വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കളിച്ചതുപോലെ തന്നെ അംഗനവാടി സ്കൂൾ വിടുന്നത് പോലെ കളിക്കേണ്ടി വരും. അതും ചാമ്പ്യൻസ് ലീഗ്. വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിലേക്ക് ഒരു ടിക്കറ്റ് കിട്ടിയതാ. എന്നിട്ടാണ് ഇമാതിരി കളി കളിക്കുന്നത്. പ്രീമിയർ ലീഗിൽ ഫോക്കസ് ചെയ്യണം, FA കപ്പിൽ ഫോക്കസ് ചെയ്യണം, കറബാവോ കപ്പിൽ ഫോക്കസ് ചെയ്യണം. ലാസ്റ്റ് സീസൺ പോലെ 40-45 ഗെയിംസ് ആയിരിക്കില്ല, 50+ ഗെയിംസ് ഉണ്ടാവും. ഇതൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ തീരുമാനമാവും ചാമ്പ്യൻസ് ലീഗിൽ. ഒന്നും നോക്കേണ്ടി വരില്ല. കണ്ട കുഞ്ഞൻ ടീം വരെ എടുത്തിട്ട് അലക്കിയിട്ട് ട്രോളി കൊല വിളിക്കാനുള്ള അവസ്ഥ ഇവന്മാരാക്കി കൊടുക്കുന്നുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ആരും ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നുണ്ട് അപ്പൂപ്പന്റെ ടീം. അമ്മാതിരി വെറുപ്പിക്കുന്നത്. ലെഫ്റ്റ് വിങ്, ലെഫ്റ്റ് ബാക്ക്, ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ, 2 മിഡ്, 5 സൈനിങ്സ് നടത്തുമോ? സമയമുണ്ട് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ആ സമയം ഉണ്ടാകുന്നവരുണ്ടല്ലോ, ബാക്കിൽ നിന്ന് ആൾക്കാർ വന്ന് റേസ് വിൻ ചെയ്ത് പോവാണ്. 1.5 മാസത്തോളം ഈ മത്തായസ് ഫെർണാണ്ടസിന്റെ പടിവാതിൽക്കലിൽ എത്തി. ഇത് ശരിക്കും ആമയും മുയലും മത്സരം. അതാണിപ്പോ സംഭവിച്ചത്.
മുയൽ പോയ പോലെ പോയതാ, വൻ സ്പീഡിൽ. സ്പേഴ്സ് മെല്ലനെ വന്ന് എന്നിട്ട് ഇയാളാടെ വെസ്റ്റ് ഹാമിന്റെ വീട്ടിലെത്തിയിട്ട് അവിടെ ഉറങ്ങിപ്പോയി. ശരിക്കും ആ കഥ ഇതിന് സൂട്ടബിൾ ആണ്. ആമയും മുയലും ഓട്ടോ മത്സര കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സെയിം. വെസ്റ്റ് ഹാം സ്പേഴ്സ് മെല്ലനെ ആമ വരുന്ന പോലെ വന്ന് ഡോറ് തുറന്ന് വട മോനെ. എനിക്ക് മനസ്സിലാവുന്നില്ല സ്പേഴ്സിന്റെ അടുത്ത് എന്ത് പൊട്ടിക്കൽ ഇവന്മാർ പൊട്ടിക്കുന്നത്. ഇത് എത്രാമത്തെ സൈനിങ്ങാ? 5-6 ആണ്. അടുത്ത ടൊണാലി ആയിരിക്കും. ടൊണാലി ഓൾറെഡി അവിടെ എഗ്രി ചെയ്തു. ടൊണാലി പിന്നെ പൈസേന്റെ ആളായതുകൊണ്ട് അത് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഉള്ളത് ഒരു ന്യൂകാസിലിന്റെ ബ്രൂണോ ഗിമേറസ് ആണ്. വേൾഡ് കപ്പില് ഇപ്രാവശ്യം ടോപ്പ് അസിസ്റ്റിൽ ഉള്ള ഒരു പ്ലെയർ ആണ്. പ്രീമിയർ ലീഗ് പ്രൂവൺ, 28 years. പക്ഷെ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ആർസണൽ ഓൾറെഡി ഒരു ബിഡ് ഇട്ടു, 55 million ഓൺ ദ സ്പോട്ടിൽ റിജക്ട് ചെയ്തു. അപ്പോ ചിന്തിക്കാം, അതും 80 തന്നെയാണ്. അപ്പോ 28 years ആയിട്ടുള്ള ഒരുത്തന് 18 million കൊടുക്കണമെന്ന് ഇയാൾ ചിന്തിക്കും. അപ്പൊ അതും പോയി, അതും നോക്കണ്ടില്ല. ഫെലിക്സിനെയും നോക്കണ്ടില്ല. ഫെലിക്സിന് 80, സ്കോട്ട് നോട്ട് ഫോർ സീൽ, വാർട്ടന് 100. അപ്പൊ എഡേഴ്സൺ തന്നെ, ജോസെ എഡേഴ്സൺ അറ്റ്ലാന്റയിൽ നിന്ന് വന്ന 45 million പ്ലെയർ. അതാണ് കസമേറോന്റെ റീപ്ലേസ്മെന്റ്. ചുമേനിന്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ചുമേനിക്ക് പറയും ഒരു 100, അപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരും. സമ്മർ വില്ലുണ്ട് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ. വേറെ ആരുള്ള? ബർക്കോളിനെ നോക്കുവോ? ബർക്കോള 100+ ആയിരിക്കും. ഡിയോമണ്ട് ഓൾറെഡി പോയി PSG. ലെഫ്റ്റ് വിങ്ങിന് വേണ്ടല്ലോ, ശരിയാണ്. എന്തിനാണ് നമ്മൾ സമ്മർ വില്ലിനൊക്കെ പറയുന്നത്? റാഷ്ഫോർഡ് വന്നില്ലേ, വൺ ആൻഡ് ഓൺലി മാർക്കസ് റാഷ്ഫോർഡ്. കാരിക്കിനും താല്പര്യം, അപ്പൂപ്പനും താല്പര്യം, എല്ലാവർക്കും താല്പര്യം. കുളം തോണ്ടട്ടെ ഇവിടെ. അവൻ ഇവിടെ നിന്നിട്ട് കുളം തോണ്ടും. നോക്കിക്കോ, ഇപ്പൊ മനസ്സിലാവില്ല, കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞപ്പോൾ കുറെ പേർക്ക് റാഷ്ഫോർഡ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ആ ഒരു സ്വഭാവവും ബിഹേവിയറും വെച്ചിട്ട് ഞാൻ പറയുന്നത് അത് ഭയങ്കര മോശമായിരിക്കും. അതിപ്പോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഒന്നും നടക്കൂല ഗയ്സ്. അതന്നെ, എല്ലാം തീർന്നു, എല്ലാം തീരുമാനമായി. മാർക്കറ്റിൽ പ്ലെയേഴ്സ് ഇല്ല. സത്യം പറഞ്ഞാൽ പ്ലെയേഴ്സ് ഇല്ല. കിട്ടുമെന്ന് വിചാരിച്ച എലിയോട്ട് ആൻഡേഴ്സണും പോയി, മത്തായസ് ഫെർണാണ്ടസും പോയി. നല്ല 2 ഡീലായിരുന്നു. നല്ല 2 ഡീലും പൊളിഞ്ഞ് പണ്ടാരടങ്ങി. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.